ಕೇರಳದ ವಯನಾಡಿನಲ್ಲಿ ಗುಡ್ಡ ಕುಸಿತ ದುರಂತ ಸಂಬಂಧಪಟ್ಟಂತೆ ದುರಂತದ ಕ್ಷಣಗಳನ್ನ ಅಲ್ಲಿದ್ದಂತ ಮಹಿಳೆ ಬಿಚ್ಚಿಟ್ಟಿದ್ದಾಳೆ. ಯಾವ ರೀತಿ ನಡೀತು, ಹೇಗಾಯಿತು, ಈ ಹಿಂದೆ ಹೇಗಿತ್ತು ಎಲ್ಲದರ ಬಗ್ಗೆನೂ ಕೂಡ ಆ ದುರಂತದ ಕ್ಷಣಗಳನ್ನ ಬಿಚ್ಚಿಟ್ಟಿದ್ದಾರೆ ಬದುಕಿಳಿದ ಮಹಿಳೆ. ದುರಂತದ ವೇಳೆ ನಾನು ಒಬ್ಬಳೇ ಮನೆಯಲ್ಲಿದ್ದೆ. ಗುಡ್ಡ ಕುಸಿಯುವ ವೇಳೆ ನಮ್ಮ ಬೆಡ್ ಅಲುಗಾಡಿತ್ತು. ತಕ್ಷಣ ಅಕ್ಕಪಕ್ಕದವರಿಗೆ ಕರೆ ಮಾಡಿದ್ರೆ ರಿಸೀವ್ ಮಾಡಲಿಲ್ಲ. ಕೊಯಮತ್ತೂರಿನಲ್ಲಿರುವ ನನ್ನ ಮಗನಿಗೆ ನಾನು ಕರೆ ಮಾಡಿದೆ. ನನ್ನ ಮಗ ಮನೆ ಮೇಲೆ ಹತ್ತುವಂತೆ ಹೇಳಿದ್ದ. ಅಷ್ಟೊತ್ತಿಗಾಗಲೇ ಗುಡ್ಡ ಕುಸಿದು ಬಾಗಿಲು ಲಾಕ್ ಆಗಿತ್ತು. ಸ್ಥಳೀಯರು ಬಂದು ಬಾಗಿಲು ಓಪನ್ ಮಾಡಿದ್ರು. ನೋಡ್ತಿದ್ದಂತೆ ಎಲ್ಲವೂ ಕಣ್ಣೆದುರೇ ಕೊಚ್ಚಿ ಹೋಯ್ತು. ದುರಂತದ ಕ್ಷಣಗಳನ್ನ ബതുക്കുളിത മഹിള വെച്ചിട്ടിದ್ದಾರೆ. ഞാൻ ചൂരമല സ്കൂൾ റോഡാണ്. അപ്പോൾ വീട്ടില് രാത്രി ഞാൻ ഒറ്റയ്ക്കാണ് ഉള്ളത്. പിന്നെ കട്ടിലൊക്കെ ഒരു കുലുക്കം കണ്ട്, പിന്നെ ഭയങ്കരമായ ശബ്ദം, പിന്നെ ഭയങ്കര സ്മെല്ല് അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഫോണ് ചെയ്തു. ആരും ഫോൺ എടുക്കുന്നില്ല, അടുത്തുള്ളവരൊക്കെ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഒച്ചയും മകളൊക്കെ കേട്ട പോലെ. അപ്പം ഞാൻ മോന് ഒന്നുണ്ട്, ഓന് കോയമ്പത്തൂർ ഒരാളുണ്ട്. അപ്പം അവനെ വിളിച്ചപ്പോൾ പറഞ്ഞ്, നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ അടുക്കള വാല് തുറന്നിട്ട് മേലെ എവിടെയും കയറി ഇരിക്കുകയാണ്. അടുക്കള വാല് തുറക്കാൻ നോക്കുമ്പോൾ അവിടെ ജാമായി കിട്ടണില്ല, പുറത്തത്തെ വാലും കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ ഉറക്ക വിളിച്ചെന്നെ രക്ഷിക്കണേ പറഞ്ഞിട്ട്. അപ്പം അപ്പുറത്തുനിന്ന് റോഡിന്റെ അപ്പുറത്തുനിന്ന് ആൾക്കാർ പറഞ്ഞു, ഞങ്ങൾക്ക് ഇപ്പം അങ്ങോട്ട് വരാൻ പറ്റുന്നില്ല, മരവും വെള്ളവും എല്ലാം ഒലിച്ചു വരികയാണ്, നിങ്ങൾ ധൈര്യമായിട്ട് അവിടെ ഇരിക്കുക, ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു. കുറെ കഴിഞ്ഞപ്പോൾ അവർ വന്ന് ഞാൻ ചാവി ജനാലിൻ്റെ ഉള്ളിൽ കൂടെ കൊടുത്തു. വാതിൽ തുറക്കാണ്ട് അവർക്ക് കിട്ടണില്ല. പിന്നെ അവർ കുറെ ചവിട്ടി തുറന്നിട്ടും കിട്ടണില്ല. പിന്നെ അപ്പുറത്തെ വീട്ടിൽ നിന്നും റോഡിന്റെ മേലേക്ക് കുറച്ച് കയറ്റുള്ള സ്ഥലമാണ്, അവർക്ക് പ്രശ്നമൊന്നും ആയില്ല. അപ്പോൾ അവര് കോടാലി തുറന്നിട്ട് വാതിൽ വെട്ടി മുറിച്ചിട്ടാണ് എന്നെ അങ്ങോട്ട് അപ്പുറത്ത് കടത്തിയത്. പിന്നെ അവിടുന്ന് വന്ന് ഞങ്ങൾ നേരെ മേലൊരു കുന്നുപുറത്ത് കാപ്പിത്തോട്ടുണ്ട്, അതിന്റെ മുകളിൽ അവിടെ എല്ലാവരും ഉണ്ട് നിൽക്കുന്നത്. എന്നെ കൊണ്ടുപോയി നോക്കുമ്പോൾ പിന്നെ നേരം വെളുക്കുന്നേരം അവിടെ നിന്ന്. പിന്നെ രണ്ടാമത്തെ അതേപോലെ ഗൗരവത്തിൽ പൊട്ടല വന്നത്, ശബ്ദമൊക്കെ ഉണ്ടായി. അപ്പോൾ വീടുകളൊക്കെ പോയി, എൻ്റെ വീടൊക്കെ പോയി. പിന്നെ എനിക്ക് കുടുംബങ്ങളുള്ളതൊക്കെ മുണ്ടക്കൈയാണ്, അവര് എല്ലാവരും പോയി. ಕೇರಳದ ವಯನಾಡಿನಲ್ಲಿ ಗುಡ್ಡ ಕುಸಿತ ದುರಂತ ಸಂಬಂಧಪಟ್ಟಂತೆ ದುರಂತದ ಕ್ಷಣಗಳನ್ನ ಅಲ್ಲಿದ್ದಂತ ಮಹಿಳೆ ಬಿಚ್ಚಿಟ್ಟಿದ್ದಾಳೆ. ಯಾವ ರೀತಿ ನಡೀತು, ಹೇಗಾಯಿತು, ಈ ಹಿಂದೆ ಹೇಗಿತ್ತು ಎಲ್ಲದರ ಬಗ್ಗೆನೂ ಕೂಡ ಆ ದುರಂತದ ಕ್ಷಣಗಳನ್ನ ಬಿಚ್ಚಿಟ್ಟಿದ್ದಾರೆ ಬದುಕಿಳಿದ ಮಹಿಳೆ. ದುರಂತದ ವೇಳೆ ನಾನು ಒಬ್ಬಳೇ ಮನೆಯಲ್ಲಿದ್ದೆ. ಗುಡ್ಡ ಕುಸಿಯುವ ವೇಳೆ ನಮ್ಮ ಬೆಡ್ ಅಲುಗಾಡಿತ್ತು. ತಕ್ಷಣ ಅಕ್ಕಪಕ್ಕದವರಿಗೆ ಕರೆ ಮಾಡಿದ್ರೆ ರಿಸೀವ್ ಮಾಡಲಿಲ್ಲ. ಕೊಯಮತ್ತೂರಿನಲ್ಲಿರುವ ನನ್ನ ಮಗನಿಗೆ ನಾನು ಕರೆ ಮಾಡಿದೆ. ನನ್ನ ಮಗ ಮನೆ ಮೇಲೆ ಹತ್ತುವಂತೆ ಹೇಳಿದ್ದ. ಅಷ್ಟೊತ್ತಿಗಾಗಲೇ ಗುಡ್ಡ ಕುಸಿದು ಬಾಗಿಲು ಲಾಕ್ ಆಗಿತ್ತು. ಸ್ಥಳೀಯರು ಬಂದು ಬಾಗಿಲು ಓಪನ್ ಮಾಡಿದ್ರು. ನೋಡ್ತಿದ್ದಂತೆ ಎಲ್ಲವೂ ಕಣ್ಣೆದುರೇ ಕೊಚ್ಚಿ ಹೋಯ್ತು. ದುರಂತದ ಕ್ಷಣಗಳನ್ನ ಬದುಕುಳಿದ ಮಹಿಳೆ ಬಿಚ್ಚಿಟ್ಟಿದ್ದಾರೆ. ഞാൻ ചൂരമല സ്കൂൾ റോഡാണ്. അപ്പോൾ വീട്ടില് രാത്രി ഞാൻ ഒറ്റയ്ക്കാണ് ഉള്ളത്. പിന്നെ കട്ടിലൊക്കെ ഒരു കുലുക്കം കണ്ട്, പിന്നെ ഭയങ്കരമായ ശബ്ദം, പിന്നെ ഭയങ്കര സ്മെല്ല് അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഫോണ് ചെയ്തു. ആരും ഫോൺ എടുക്കുന്നില്ല, അടുത്തുള്ളവരൊക്കെ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഒച്ചയും മകളൊക്കെ കേട്ട പോലെ. അപ്പം ഞാൻ മോന് ഒന്നുണ്ട്, ഓന് കോയമ്പത്തൂർ ഒരാളുണ്ട്. അപ്പം അവനെ വിളിച്ചപ്പോൾ പറഞ്ഞ്, നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ അടുക്കള വാല് തുറന്നിട്ട് മേലെ എവിടെയും കയറി ഇരിക്കുകയാണ്. അടുക്കള വാല് തുറക്കാൻ നോക്കുമ്പോൾ അവിടെ ജാമായി കിട്ടണില്ല, പുറത്തത്തെ വാലും കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ ഉറക്ക വിളിച്ചെന്നെ രക്ഷിക്കണേ പറഞ്ഞിട്ട്. അപ്പം അപ്പുറത്തുനിന്ന് റോഡിന്റെ അപ്പുറത്തുനിന്ന് ആൾക്കാർ പറഞ്ഞു, ഞങ്ങൾക്ക് ഇപ്പം അങ്ങോട്ട് വരാൻ പറ്റുന്നില്ല, മരവും വെള്ളവും എല്ലാം ഒലിച്ചു വരികയാണ്, നിങ്ങൾ ധൈര്യമായിട്ട് അവിടെ ഇരിക്കുക, ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു. കുറെ കഴിഞ്ഞപ്പോൾ അവർ വന്ന് ഞാൻ ചാവി ജനാലിൻ്റെ ഉള്ളിൽ കൂടെ കൊടുത്തു. വാതിൽ തുറക്കാണ്ട് അവർക്ക് കിട്ടണില്ല. പിന്നെ അവർ കുറെ ചവിട്ടി തുറന്നിട്ടും കിട്ടണില്ല. പിന്നെ അപ്പുറത്തെ വീട്ടിൽ നിന്നും റോഡിന്റെ മേലേക്ക് കുറച്ച് കയറ്റുള്ള സ്ഥലമാണ്, അവർക്ക് പ്രശ്നമൊന്നും ആയില്ല. അപ്പോൾ അവര് കോടാലി തുറന്നിട്ട് വാതിൽ വെട്ടി മുറിച്ചിട്ടാണ് എന്നെ അങ്ങോട്ട് അപ്പുറത്ത് കടത്തിയത്. പിന്നെ അവിടുന്ന് വന്ന് ഞങ്ങൾ നേരെ മേലൊരു കുന്നുപുറത്ത് കാപ്പിത്തോട്ടുണ്ട്,
അതിൻ്റെ മുകളിൽ അവിടെ എല്ലാവരും ഉണ്ട് നിൽക്കുന്നത്. എന്നെ കൊണ്ടുപോയി നോക്കുമ്പോൾ പിന്നെ നേരം വെളുക്കുന്നവരെ അവിടെ നിന്ന്. പിന്നെ രണ്ടാമത്തെ അതേപോലെ ഗൗരവത്തിൽ പൊട്ടല വന്നത്, ശബ്ദമൊക്കെ ഉണ്ടായി. അപ്പോൾ വീടുകളൊക്കെ പോയി, എൻ്റെ വീടൊക്കെ പോയി. പിന്നെ എനിക്ക് കുടുംബങ്ങളുള്ളതൊക്കെ മുണ്ടക്കൈയാണ്, അവര് എല്ലാവരും പോയി. ಅನುಕ್ಷಣದ ಸುದ್ದಿಗಳಿಗಾಗಿ ವಿಸ್ತಾರ ನ್ಯೂಸ್ ಯೂಟ್ಯೂಬ್ ಚಾನೆಲ್ ಸಬ್ಸ್ಕ್ರೈಬ್ ಮಾಡಿ. ಹೊಸ ಸುದ್ದಿಗಳ ನೋಟಿಫಿಕೇಶನ್ಗಾಗಿ ಬೆಲ್ ಐಕಾನ್ ಕ್ಲಿಕ್ ಮಾಡಿ. ಲೇಟೆಸ್ಟ್ ಅಪ್ಡೇಟ್ಸ್ಗಾಗಿ www.vistaranews.com ವೆಬ್ಸೈಟ್ಗೆ ವಿಸಿಟ್ ಮಾಡಿ. ಅಂಗೈಯಲ್ಲೇ ಜಗತ್ತಿನ ಸುದ್ದಿ ತಿಳಿಯಲು ವಿಸ್ತಾರ ನ್ಯೂಸ್ ಕನ್ನಡ ಆಪ್ ಡೌನ್ಲೋಡ್ ಮಾಡಿ.